24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കോഴിക്കോട് ഓടുന്ന കാറിന്റെ ഡിക്കിയിൽ പിറന്നാൾ ആഘോഷം. ആഘോഷത്തിനിടെ സംഘം സ്നോ സ്പ്രേ പ്രയോഗിച്ചു. കാറിന്റെ പുറകെ വന്ന ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ബൈക്ക് യാത്രികനായ അബ്ദുൾ റസീം 24-നോട് പറഞ്ഞു. അവർ സ്നോ സ്പ്രേ അടിച്ച് ബർത്ത്ഡേ ആഘോഷം നടത്തുമായിരുന്നു. ഓടുന്ന കാറിലാണ് ഈ ആഘോഷം നടക്കുന്നത്. അതുപോലെ അവരുടെ കയ്യിൽ കേക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ ആളുണ്ട്, അതിൻ്റെ ബാക്ക് റോഡിൽ ആളുണ്ട്, ഡിക്കിയിലും ഏകദേശം 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കസ്ബ പോലീസിൽ ഒരു പരാതി കൊടുത്തപ്പം അവരതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. എൻ്റെ കണ്ണിലേക്ക് ഇത് വന്നപ്പം വണ്ടി ചെറുതായിട്ടൊന്ന് പാളി, പക്ഷേ വണ്ടി കയ്യിൽ നിന്ന് പോയില്ല. അതിന് മുന്നേ തന്നെ ഞാൻ കൺട്രോൾ വരുത്തി. ഈ ബാക്കിൽ അതിൻ്റെ തൊട്ട് പുറകെ ഇവരുടെ തന്നെ വാഹനം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഈ സ്നോ സ്പ്രേ വന്ന് വീണിട്ടുണ്ടെങ്കിൽ വൈപ്പർ കംപ്ലൈൻ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാഴ്ച മറക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ആ വണ്ടിയുടെ മുകളിലേക്കായിരിക്കും ഇത് ഇടിച്ച് കയറുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, ഇത് അതിരുവിട്ട ആഘോഷമാണ്. ഈ വാഹനത്തിൻ്റെ ഡിക്കിയിലിരുന്നാണ് ഇവരുടെ ആഘോഷം. ഈ സ്നോ സ്പ്രേ അവരപകടകരമായി യാത്ര ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുന്ന നിലയിലേക്ക് കൂടി ആഘോഷം മാറുന്നു. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു വരാൻ കാരണം സമീർ? വിജിത്ത്, ഇന്ന് പുലർച്ചെ 12:30 നടന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ദൃശ്യങ്ങളാണിത്. കാറിൻ്റെ ഡിക്കി തുറന്നു വെച്ച് അവിടെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് മുറിക്കുന്നതും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷവുമായി കൊണ്ട് ഒരു സംഘം മുന്നോട്ട് പോകുന്നതും. അവർ വലിയ രീതിയിലുള്ള അപകടം വരുത്തിവെക്കും എന്ന് മാത്രമല്ല, തൊട്ട് പിറകെ വരുന്നവർക്ക് കൂടി അപകടമുണ്ടാക്കുന്ന വിധത്തിലാണ് അവരുടെ യാത്ര. പ്രധാനമായും അവരുടെ ആഘോഷത്തിൽ അവർ ഉപയോഗിച്ചത് സ്നോ സ്പ്രേ ആണ്. അത് ആ ചീറ്റുന്ന സമയത്ത് അത് തൊട്ട് പിറകിലുള്ള ബൈക്ക് യാത്രികനായിട്ടുള്ള കോഴിക്കോട് മാത്ര സ്വദേശി അബ്ദുൾ റസീമിൻ്റെ കണ്ണിലേക്കാണ് പതിച്ചത്. റസീം ബൈക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റസീമിൻ്റെ ബന്ധു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ അവരെ കൂട്ടാൻ പോകുന്ന വേളയിലാണ് ഈ ആഘോഷത്തിൻ്റെ ഈ ആഘോഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ഈ സ്നോ സ്പ്രേ തെറിച്ചു വീഴുന്നതും. തുടർന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള ആ ദൃശ്യങ്ങൾ പകർത്തി അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഈ വാഹനത്തിൻ്റെ ഈ കാറിൻ്റെ നമ്പർ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ഇതുവരെയും ഒരു വിധത്തിലുള്ള നടപടിയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ വാഹനം ട്രേസ് ചെയ്യാനുള്ള നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ഖേദകരമായ കാര്യം. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള അപകടം അത് ആ യാത്ര ചെയ്യുന്നവർക്ക് വലിയ അപകടമുണ്ടാക്കും. മാത്രമല്ല അവർക്ക് പിറകെ ഈ വിധത്തിൽ ഈ റസീമിന് ഉണ്ടായതുപോലെ മറ്റ് യാത്രക്കാർക്കും അപകടമുണ്ടാക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നടപടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.